താഴ്വാരം. വെടിയേറ്റിട്ടും വീഴാതെ രക്തം വാർന്ന ശരീരവുമായി എത്തിയ അവൾ ആ കുഞ്ഞിനെ എന്റെ കൈകളിലേക്ക് ഇട്ട് തന്നിട്ട് ഞങ്ങൾ പട്ടാളക്കാരെ നോക്കി ഒന്ന് അഭിവാദ്യം ചെയ്തു. തൊട്ടടുത്ത നിമിഷം അവർ മരിച്ചു വീണു. അവസാന നിമിഷം എനിക്ക് ആ കണ്ണുകളിൽ നിന്ന് വായിക്കാൻ കഴിഞ്ഞത് ഒരു യാചനയായിരുന്നു. എന്റെ കുഞ്ഞിനെ കാത്തോളണേ എന്ന്. ആ കുഞ്ഞിനെ ഞങ്ങൾ വളർത്തി, അല്ല, ഇന്ത്യൻ പട്ടാളം വളർത്തി. അങ്ങനെ പറയുന്നതാവും ശരി. അവൾക്ക് ഞങ്ങളൊരു പേരിട്ടു, നൈന. നീണ്ട 26 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നൈന ഇപ്പോഴും അവിടെയുണ്ട്. ക്ഷമിക്കണം, ഇന്ന് ഈ രാത്രി നിങ്ങളിവിടെ ഒറ്റയ്ക്ക് കഴിയേണ്ടി വരും. കാരണം നിങ്ങളുടെ ഭർത്താവിനെ ഞങ്ങൾ കൊണ്ടുപോകും. പോലീസ് അതൊക്കെ സ്റ്റേഷനിൽ എത്തിയിട്ട് പറയാം. നൗ യു ആർ അണ്ടർ അറസ്റ്റ്. പുറത്ത് ജീപ്പുണ്ട്, പിന്നെ ഈ ബിൽഡിങ്ങിന് ചുറ്റാകെ പോലീസ്. പോയി ആ ജീപ്പിൽ കയറാം. ഒരു പട്ടാളക്കാരന്റെ മകളാ ഞാൻ. എന്റെ ഭർത്താവ് രാജ്യദ്രോഹിയല്ല, രാജ്യസ്നേഹിയാണ്. അദ്ദേഹത്തെ പോലെ ഒരാളെ ഒരു സംശയത്തിന്റെ പേരിലായാൽ പോലും അറസ്റ്റ് ചെയ്ത അത് ചിലപ്പോ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നു വരില്ല. മാഡം നിങ്ങൾ ഇങ്ങനെ പാനിക് ആവാതിരിക്കൂ. ഇന്റലിജൻസിൽ നിന്നുള്ള റിപ്പോർട്ട് പ്രകാരമാണ് നിങ്ങളുടെ ഭർത്താവിനെ ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തത്. ഞങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത് അയാളോടാണ്. അപ്പോൾ അയാൾ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ നാളെ പ്രഭാതത്തിൽ നിങ്ങളൊരു ചൂട് ചായ ഉണ്ടാക്കി വെച്ചോളൂ. അത് കഴിക്കാൻ നിങ്ങളുടെ ഭർത്താവ് ഇവിടെ ഉണ്ടാകും. അതല്ലെങ്കിൽ ആ ചൂട് ചായ കുടിക്കുന്നത് ഞാനായിരിക്കും.